സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. പൊതുസമ്മേളനത്തിൽ മോഹൻലാലും കമൽഹാസനും പങ്കെടുത്തേക്കില്ല. വ്യക്തിപരമായ ബുദ്ധിമുട്ട് സർക്കാരിനെ അറിയിച്ചതായി വിവരം. മമ്മൂട്ടി ചടങ്ങിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തെത്തി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ ഈ ചടങ്ങിൽ മോഹൻലാലും കമൽഹാസനും പങ്കെടുത്തേക്കില്ല എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ചില ആഹ്വാനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ക്രിസ്റ്റീന, കേരളത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിലെ മുഖ്യ മോഹൻലാലും കമൽഹാസനുമായിരുന്നു. പക്ഷേ ഈ ചടങ്ങിൽ മോഹൻലാലും കമൽഹാസനും പങ്കെടുക്കില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ആ ബുദ്ധിമുട്ട് ഇരുവരും സർക്കാരിനെ അറിയിച്ചു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മമ്മൂട്ടി ആയിരിക്കും ചടങ്ങിൽ മുഖ്യ അതിഥിയായി ഉണ്ടാവുക. വൈകുന്നേരം 5 മണിക്കാണ് ഈ പൊതുയോഗം നടക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ വിശാലമായ വേദിയിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ നേരത്തെ ഈ 3 പേർക്കാണ് ക്ഷണമുണ്ടായിരുന്നത്. 3 പേരും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഈ മറ്റ് ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ താരങ്ങൾ അറിയിച്ചിട്ടുള്ളത്. മോഹൻലാൽ മറ്റ് തിരക്കുകളുമായി ബന്ധപ്പെട്ട ദുബായിലാണെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കമൽഹാസനും ആ തിരക്ക് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ പരിപാടിക്ക് വേണ്ടി മമ്മൂട്ടി ഉച്ചയ്ക്ക് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. 5 മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രിയും മമ്മൂട്ടിയും പ്രധാന വേദിയിലെത്തും. ഒപ്പം മന്ത്രിമാരും ക്ഷണിക്കപ്പെട്ട മറ്റ് അതിഥികളുമായിരിക്കും പങ്കെടുക്കുന്നത്. ഈ നിയമസഭയിൽ കേരളം അതിദരിദ്ര മുക്ത സംസ്ഥാനമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് വലിയ ഒരു പ്രൗഢഗംഭീരമായ ചടങ്ങ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലും സർക്കാർ സംഘടിപ്പിക്കുന്നത്. 10,000-ഓളം ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന വേദിയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ പരിപാടി 3 മണിക്ക് കലാപരിപാടികൾ ആരംഭിക്കും. കലാപരിപാടികൾ പൂർത്തിയായി 5 മണിയോട് കൂടിയായിരിക്കും പൊതുയോഗം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കുക. ക്രിസ്റ്റീന. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.